മൈജി അടിച്ചു കയറിപ്പോ മെയ് 31 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണിക്ക്. ഇൻവിറ്റേഷനോ? സൂര്യ വേർഡ്സ് നന്ദിനി. സൂര്യ വേർഡ്സ് നന്ദിനി. ഐ കോർഡിയലി ഇൻവൈറ്റ് യു. എന്റെയും നന്ദിനിയുടെയും പേരിൽ ഒരു ഇൻവിറ്റേഷനോ? ഇതെങ്ങനെ സംഭവിച്ചു? നന്ദിനി, ഞാനിവിടെ ഹാള് തുടച്ചോണ്ടിരിക്കുക സർ. ആ, ഞാൻ അങ്ങോട്ട് വരാം. കഞ്ഞി കുടിച്ചോ അതോ കളഞ്ഞോ? ആ, അതൊക്കെ കുടിച്ചു. എടോ, ഇത് ഏതാ ഇൻവിറ്റേഷൻ? ആ, എനിക്കറിയില്ല. എടോ, താൻ ഇതൊന്ന് നോക്കിയേ, ഒന്ന് വായിച്ചു നോക്കിയേ. ഓ സർ, എന്റെ കയ്യിൽ അഴുക്കും വെള്ളമൊക്കെയാ. എന്താ അതിലിപ്പോ വിശേഷിച്ച്? ഇതിലേ വിശേഷിച്ചൊരു കാര്യമുണ്ട്. ഈ ഇൻവിറ്റേഷൻ ആരുടെയാണെന്ന് അറിഞ്ഞാൽ താൻ ഞെട്ടും. ആൻഡ് ഇത് എന്തിനു വേണ്ടി ഉണ്ടാക്കി, ആരുണ്ടാക്കി? സാറിന്റെ കയ്യിലിരിക്കുന്ന ഇൻവിറ്റേഷൻ ആരാ അടിച്ചെന്ന് സാറിന് അറിയില്ലേ? എനിക്ക് എന്തായാലും മനസ്സിലാവാൻ പോകുന്നില്ല. സാറിന്റെ ബന്ധുക്കളെ എനിക്കറിയോ? നോ, ഇത് ബന്ധുക്കളുടെ ആരുടെയും ഇൻവിറ്റേഷൻ അല്ല. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ ഇൻവിറ്റേഷൻ വായിക്കാം. എന്തിനാ സർ? എടോ, കാര്യമുള്ളതുകൊണ്ടാ പറയുന്നേ. ആ, എന്നാ ശരി, വായിക്കേ. ആ, ഞാൻ തുടച്ചുകൊണ്ട് കേട്ടോളാം കേട്ടോ. ഓക്കെ. അതെ, ഇത് കേട്ടുകൊണ്ടാവണം, ബാക്കിയല്ല. ആ, മിസ്സിസ് ആൻഡ് മിസ്റ്റർ യതീന്ദ്രദാസ്, താന്നിയൂർ ഹൗസ്, അളകാപുരി, തിരുവനന്തപുരം. ഡാഡി, അതിവിടെ കാണാനില്ല. നന്ദിനി എടുത്തിട്ടുണ്ടെന്നാ തോന്നുന്നത്. സൂര്യ വേർഡ്സ്. അച്ഛന് ഇൻവിറ്റേഷൻ കണ്ടോ? സൂര്യ, നീ ഇങ്ങോട്ട് വാ. നിന്നോട് എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. എനിക്കിതിന് ആൻസർ വേണം. ഇത് ആരാ അടിച്ചത്, എന്തിനാ അടിച്ചത്, എനിക്കത് അറിയണം. നിന്നോട് ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. അച്ഛാ, നന്ദിനി, തിരിച്ചു വന്നിട്ട് ബാക്കി വായിക്കേ. എന്താ അച്ഛാ അത്? അവനെ ഇൻവിറ്റേഷൻ മുഴുവൻ നിന്നെ വായിച്ചു കേൾപ്പിച്ചോ? ഇല്ല, എന്തോ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് പറഞ്ഞ് വായിക്കാൻ തുടങ്ങുമായിരുന്നു. ഇവിടുത്തെ അഡ്രസ്സാ വായിച്ചത്. അത് കഴിഞ്ഞിട്ടോ? അപ്പോഴേക്കും നിങ്ങൾ എല്ലാരും വന്നില്ലേ? എന്തു പറ്റി? ഏയ്, ഒന്നുമില്ല. പോ. ഇതെന്തൊക്കെയായി നടക്കുന്നത്? അച്ഛാ, എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ നന്ദിനിയുടെ പേരിൽ ഒരു ഇൻവിറ്റേഷൻ. ഇതിന് പിന്നിൽ എന്തോ ഒരു ചതിയുണ്ട്. ഇത് അമ്മയുടെ ഒരു പ്ലാനാ. അമ്മയുടെ പ്ലാൻ അല്ല. ഇൻവിറ്റേഷൻ അടിച്ചത് ഞാനാ. അച്ഛനാ? അതെന്തിന്? അത് നിങ്ങളുടെ വിവാഹം നടത്താൻ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതല്ലേ? നന്ദിനി ഇപ്പൊ എന്റെ ഭാര്യയല്ലേ? പിന്നിപ്പോ എന്താ പ്രശ്നം? എടാ, അത് അന്ന് നീ കാണിച്ച ഒരു കുരുത്തക്കേടല്ലേ? അതിന്റെ പേരിൽ രണ്ടുപേർക്കും ഭാര്യയും ഭർത്താവായിട്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ. വായ്, നന്ദിനിക്ക് ഇപ്പൊ യാതൊരു പ്രോബ്ലം ഇല്ലല്ലോ. ഞാൻ അവളെ പ്രൊട്ടക്ട് ചെയ്യല്ലേ? അതൊരു ഹസ്ബൻഡിന്റെ ഡ്യൂട്ടി അല്ലേ? പിന്നെന്താ? എല്ലാം നീ ചെയ്യുന്നുണ്ട്, പക്ഷെ നിയമപരമായി നിങ്ങളുടെ വിവാഹം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. സോ വാട്ട്? ഈ നാട്ടിലെ എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും നിയമപരമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടാണോ ജീവിക്കുന്നത്? അച്ഛനും എവിടുന്ന് കിട്ടിയ ഐഡിയ? ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. നിങ്ങളുടെ വിവാഹം രജിസ്റ്റർ ചെയ്യണമെന്ന് അഡ്വക്കേറ്റാണ് എന്നോട് പറഞ്ഞത്. അത് ശരിയാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് അതിന് കുറച്ച് ഡീറ്റെയിൽസ് അത്യാവശ്യം ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമാണ് ഈ ഇൻവിറ്റേഷൻ. ഞാൻ രജിസ്ട്രാർ ഓഫീസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. രജിസ്ട്രേഷന്റെ ദിവസം കിട്ടുമ്പോൾ നമ്മൾ അവിടെ പോകണം, വിവാഹം രജിസ്റ്റർ ചെയ്യണം. എനിക്ക് ഈ ഭ്രാന്തിനൊന്നും കൂട്ടി നിൽക്കാൻ പറ്റില്ല.
നന്ദിനിക്ക് ഒരു ഭാര്യയുടെ സകല അവകാശങ്ങളും ഞാൻ കൊടുക്കും. അവളെ എങ്ങനെ സംരക്ഷിക്കേണ്ടി വന്നാലും ഞാൻ സംരക്ഷിക്കും. പിന്നെ നിയമത്തിന്റെ ഉറപ്പ്, അതിൽ വലിയ കാര്യമൊന്നുമില്ല അച്ഛാ. കാര്യമുണ്ട്. നിയമത്തിന്റെ ഉറപ്പില്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ പത്മ നിങ്ങളെ വേർപിരിക്കും. നിനക്കറിയാലോ, അതിനുവേണ്ടി അമ്മ എന്തും ചെയ്യും. അമ്മ ഞങ്ങളെ വേർപിരിക്കുന്നോ വിത്തൗട്ട് മൈ കൺസേൺ? നെവർ അച്ഛാ, അതൊരിക്കലും നടക്കില്ല. പത്മ സഞ്ചരിക്കുന്ന വഴികള് ചിലപ്പോ നമ്മൾ പോലും തിരിച്ചറിയില്ല. നാളെ നിങ്ങളുടെ കാര്യം ഏതെങ്കിലും വിധത്തിൽ നിയമത്തിന്റെ മുന്നിലെത്തിയാൽ നന്ദിനി ഒറ്റപ്പെടും. അവൾ ആരുമല്ലെന്ന് പ്രൂവ് ചെയ്യാൻ പത്മയ്ക്ക് പറ്റും. അപ്പോ അമ്മ ജയിക്കും. അത് പാടില്ല. എന്റെയും നന്ദിനിയുടെ കാര്യത്തിൽ അമ്മ ജയിച്ചാ പിന്നെ എന്തിനു കൊള്ളാം? എന്നാ പിന്നെ രജിസ്ട്രേഷന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ, നമുക്ക് രജിസ്റ്റർ ചെയ്യാം. എടാ, അമ്മയെ തോൽപ്പിക്കാൻ കിട്ടുന്ന ഒരവസരവും ഞാൻ പാഴാക്കില്ല. അമ്മയ്ക്ക് ഒരിക്കലും ഞങ്ങളെ പിരിക്കാൻ പറ്റില്ല. അച്ഛന്റെ പ്ലാനിങ് പോലെ എല്ലാം നടന്നോട്ടെ, ഞാൻ സമ്മതിച്ചു. താങ്ക്സ് എടാ. ആ പിന്നെ നീ ആ ഇൻവിറ്റേഷൻ നന്ദിനിയുടെ മുന്നിൽ വെച്ചെങ്ങാനും വായിച്ചോ? ഇല്ല, ജസ്റ്റ് ഞാൻ അയാളുടെ പേര് വായിക്കാൻ തുടങ്ങായിരുന്നു. അപ്പോഴേക്കും നിങ്ങൾ വന്നല്ലോ. ഓ ഭാഗ്യം. അല്ല, അപ്പോ നന്ദിനി അറിയാതെയാണോ രജിസ്ട്രേഷൻ? നന്ദിനി അറിഞ്ഞേ പറ്റൂ. അത് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ കൺവിൻസ് ചെയ്തേക്കാം. മിസ്റ്റർ യതീന്ദ്രദാസ് ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട് കേട്ടാ. പ്രത്യേകിച്ച് എന്റെയും നന്ദിനിയുടെ ഭാഗത്ത് ചില നിലപാടുകളൊക്കെ ഉണ്ട്. നിന്റെ കാര്യത്തിന് വേണ്ടി ഞാൻ എന്ത് റിസ്കും എടുക്കും. നിന്നെ എനിക്ക് അത്ര ഇഷ്ടമാണ്. വീണ്ടും ഒരു കല്യാണം. ഞാനിങ്ങനെ കുറെ കാലത്തേക്ക് ഒരാളെ തന്നെ ഇങ്ങനെ കല്യാണം കഴിച്ചുകൊണ്ടേയിരിക്കും.